കൂട്ടുകാരെ, എല്ലാവർക്കും നീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ദിവസവും ഒരു നേരം നിങ്ങൾ ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നഷ്ടമാവില്ല കേട്ടോ. പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. ഇനി ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. ടച്ച് വുഡ് നമ്മൾ ഏകദേശം ഒരു 200-ലധികം പേരുടെ ഇനിയും അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ പവർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ നമ്മൾ ചെയ്യുന്ന എക്സസൈസിലൂടെയൊക്കെ മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് പ്രഗ്നൻ്റ് ആകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള സക്സസ് സ്റ്റോറീസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഈ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്തവർ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അവരനുഭവിച്ച സങ്കടം മറ്റൊരാൾ അനുഭവിക്കുമ്പോൾ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സക്സസ് സ്റ്റോറീസ് പലരും തന്നെ ഷെയർ ചെയ്യുന്നത്. ഈ സക്സസ് സ്റ്റോറീസിലെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കുന്ന, നമ്മുടെ അടുക്കളയിൽ നിന്ന് എടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന മറ്റു പല ചേഞ്ചസ് വെച്ചിട്ട് ഓവറോൾ നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ള ഫെർട്ടിലിറ്റി ഇംപ്രൂവിങ് ടിപ്സ് എന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫെർട്ടിലിറ്റി ഇംപ്രൂവിങ് ടിപ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കുക. അതോടൊപ്പം ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റും കൂടി നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ഹോം റെമഡീസ് ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഹസ്ബൻഡിനാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതെങ്കിൽ ഫോർമെൻ എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതും കൂടി നോക്കുക കേട്ടോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്കും ഹസ്ബൻഡിനും യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലെങ്കിലും ഇതുപോലുള്ള ടിപ്സ് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ഫെർട്ടിലിറ്റി ഒരു പടിയൊന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ക്യുമിൻ സീഡിനെ പറ്റിയിട്ടാണ്. ചെറിയ ജീരകം, പെരുംജീരകം ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക. ദീച്ചൂസ് വേൾഡ് ഫെനൈൽ സീഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇവിടെ ചെറിയ ജീരകം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമ്മൾ കുടിക്കുന്ന ഓരോ സാധനങ്ങളും നമ്മുടെ പണ്ടുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണല്ലേ. ജീരകം ഇടാനും കറുവപ്പട്ട ഇടാനും കറിവേപ്പില ഇടാനും ഒക്കെ. ഇതെല്ലാം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മുടെ ജീരകത്തിൽ അടങ്ങിയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, അയേൺ ഉണ്ട്, മറ്റു പല ആൻറ്റി ഓക്സിഡൻസും ഇതിലെല്ലാത്തിലും അടങ്ങിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എഗ്ഗിൻ്റെ വളർച്ചയ്ക്കും പുരുഷൻ്റെ ബീജത്തിൻ്റെ വളർച്ചയ്ക്കും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണാകാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടവയാണ് ഈ പറഞ്ഞിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും അതുപോലെ അയേണും ഫൈബറും ഒക്കെ തന്നെ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം കേട്ടോ. ഇത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആയിട്ടുള്ള പൊട്ടാഷ്യം, അയേൺ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇതിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻ എ, ബി, സി എന്നിവയെല്ലാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് നമുക്ക് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പെട്ടെന്ന് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തൊട്ടടുത്ത ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ തുമ്മും. അല്ലെങ്കിൽ ഒരു ഇച്ചിരി തണുത്തോളം കുടിച്ചു കഴിഞ്ഞാൽ, ഒരു ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ ജലദോഷം വരുന്നവരാണ് നിങ്ങളെങ്കിൽ, ഒരു മഴ നനയുമ്പോൾ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ലോ ആവണമെന്നാണ്. അതുപോലെ തന്നെ നമുക്ക് തുടർച്ചയായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരിക, വജൈനൽ ഇൻഫെക്ഷൻ വരിക, ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ഫെർട്ടിലിറ്റിയെ തന്നെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് തുടർച്ചയായിട്ട് വൈയായികകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണാം. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് നമുക്ക് തരുന്നുണ്ട്. ഓവറോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വീക്കമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൈക്ക് വേദന, കാലിന് വേദന, വയറിന് വേദന, അങ്ങനെ നമുക്ക് ഉണ്ടാകുന്ന എല്ലാ ഇൻഫ്ലമേഷൻസും അതുപോലെ നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന മറ്റു പല ഇൻഫ്ലമേഷൻസും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. രക്തയോട്ടം വർദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പ്രഗ്നൻ്റ് ആവുകയുള്ളൂ. രക്തയോട്ടം നോർമലി നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അത് എഫക്റ്റീവ് ആകണമെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യണം. അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ടിപ്സ് നമ്മൾ ഫോളോ ചെയ്യണം. അതായത് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക, നട്ട്സ് കഴിക്കുക, ബദാം കഴിക്കുക, അതുപോലെ തന്നെ നമ്മുടെ മാതള നാരങ്ങ കഴിക്കുക, ബീട്രൂട്ട് കഴിക്കുക. ഇതെല്ലാം കഴിക്കുമ്പോഴേക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും കൂടി ഇൻക്രീസ് ആവണം.
PCOD ഉള്ള ആളുകൾക്കൊക്കെ ഓവറീസിലോട്ടുള്ള രക്തയോട്ടം ഒക്കെ ചിലപ്പോൾ കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ക്വാളിറ്റി ഉള്ള അണ്ടം പ്രൊഡ്യൂസ് ആകാത്തത്. ഇൻ കേസ് നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള അണ്ടം പ്രൊഡ്യൂസ് ആകുന്നുണ്ട്, പക്ഷേ ഇംപ്ലാന്റേഷൻ നടക്കുന്നില്ല, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് എൻഡോമെട്രിയൽ ലൈനിങ് തിക്കൺ ആകാത്തത് കൊണ്ടോ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോയിലോട്ട് രക്തയോട്ടം കുറയുന്നതോ കൊണ്ടോ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് നാളുകളായിട്ട് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ടിപ്പ് അവോയ്ഡ് ചെയ്യാതെ പ്രത്യേകം നോക്കുക. ഒപ്പം ബ്ലഡിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ബ്ലഡ് ലോസ് നമുക്ക് ശരീരത്തിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് പീരിയഡ്സിൻ്റെ രൂപത്തിൽ. ഈ പീരിയഡ്സിൻ്റെ സമയത്ത് ബ്ലഡ് ലോസ് ഉണ്ടാകുമ്പോഴേക്കും ഒപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെയും ബ്ലഡിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകണം. പലർക്കും നമ്മുടെ ഈ ഒരു സിനേറിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പലർക്കും തന്നെ ബ്ലഡ് പ്രൊഡക്ഷൻ അങ്ങോട്ട് കൂടുതലായിട്ട് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു 10 സ്ത്രീകളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 4 പേരും അനീമിക് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ബ്ലഡ് പ്രൊഡക്ഷനും ബ്ലഡ് സർക്കുലേഷനും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റാണ് നമ്മുടെ ഡയജഷനും മെറ്റബോളിസവും ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ജീരകത്തിൽ അടങ്ങിയിട്ടുള്ള ബയോളജിക്കൽ കോമ്പൗണ്ട്സിൻ്റെ സെക്രീഷൻ കൊണ്ട് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്ന് ദഹിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. ഡയജഷൻ പ്രോപ്പറായിട്ട് ആ ഒരു എനർജി എല്ലാം സപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ ശരീരത്തിൻ്റെ ആ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. ഡയജഷൻ പ്രോപ്പർ ആകുന്നില്ലെങ്കിൽ കുടലിൻ്റെ ആരോഗ്യത്തിന് അത് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ ഫെർട്ടിലിറ്റിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ കൃത്യമായിട്ട് നടക്കാത്ത സിറ്റുവേഷനും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് അത് ദഹിക്കാതെ പോലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ജീരകം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടാണ്. സ്കിന്നിൻ്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ നല്ലതുപോലെ ആക്കുന്നു. ഇതിൽ കാൽഷ്യം ഉണ്ട്, മാംഗനീസ് ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, സെലീനിയം ഉണ്ട്, വിറ്റമിൻ ഇ ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുപോലെ സ്കിന്ന് ഗ്ലോ ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടും ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഹൃദയത്തിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ രക്തക്കുഴലുകൾക്കൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. രക്തം അങ്ങോട്ട് പോകുന്നതും തിരിച്ചെത്തുന്നതും ഒക്കെ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റാണ് അനീമിയ ഉണ്ടാകുന്ന സിറ്റുവേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ ഒരു 10 പേര് എടുത്തു കഴിഞ്ഞാൽ 4 പേരും അനീമിക്കാണ്. അനീമിയ അല്ലെങ്കിൽ വിളർച്ച നമുക്ക് ഉണ്ടാകുന്നത് ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് കുറയുമ്പോഴാണ്, അയേണിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് ഉണ്ടാകുമ്പോഴാണ്. ഇതിൽ അയേണും ഹിമോഗ്ലോബിൻ്റെ ഫോർമേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് നമുക്ക് ബ്ലഡ് പ്രഷർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പൊട്ടാഷ്യത്തിൻ്റെ ആ ഒരു കണ്ടന്റ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ബ്ലഡ് പ്രഷറിൻ്റെ ലെവൽ ഇത് കൃത്യമായിട്ട് നോക്കുന്നത്. ഈ പമ്പിംഗ് എല്ലാം കൃത്യമായിട്ട് നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് ആ ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻ വരുന്നത് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ, ഓൾറെഡി പ്രഷറുള്ള ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് നമ്മളിൽ വെയിറ്റ് ലോസ് കൃത്യമായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. PCOD ഉള്ള ആളുകളാണെങ്കിലും ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്ന ആളുകളാണെങ്കിലും തൈറോയ്ഡ് ഉള്ള ആളുകളാണെങ്കിലും അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഒബിസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഉയരത്തിനേക്കാളും നമ്മുടെ പ്രായത്തിനേക്കാളും അനുസൃതമല്ലാതെ ഒരുപാട് രീതിക്ക് നമുക്ക് വണ്ണം വെച്ച് പോകുന്നതാണ് ഈ ഒരു വെയിറ്റ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന സിറ്റുവേഷൻ. ഇതിൻ്റെ ഭാഗമായിട്ട് പലരിലും അത് ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ കൂടുതലായിട്ട് വണ്ണം വെക്കുമ്പോഴേക്കും ഫാറ്റ് ടിഷ്യൂസ് ശരീരത്തിൽ അടിഞ്ഞുകൂടാനായിട്ടുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അങ്ങനെ വരുമ്പോഴേക്കും അണ്ടത്തിൻ്റെ പ്രവർത്തനം അവിടെ ഉണ്ടാകുന്നതിനെ ഇത് സാരമായിട്ട് തന്നെ ബാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ലോസ് നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കുക. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഭയങ്കര ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മൾ പ്രഗ്നൻസി നോക്കും. നമ്മൾ ഒരുപാട് ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ഒന്നാമത് നല്ലതല്ല. ഇത്രയും വർക്കൗട്ടിൽ നിന്നിട്ട് നമ്മൾ പ്രഗ്നൻസി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി പ്രഗ്നൻസി ഉണ്ടാകുന്നതിനും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ പ്രായം എത്രയാണ്, നിങ്ങളുടെ വണ്ണം എത്രയാണെന്നുള്ള കാര്യമാണ്. ആ വെയിറ്റ് ഒരു 2-3 കിലോയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നോർമലി നിങ്ങൾ ഡയറ്റ് ചെയ്തിട്ട് ചെറിയൊരു എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് അത് കുറയ്ക്കാനായിട്ട് നോക്കുക. പക്ഷേ ഡ്രാസ്റ്റിക് ആയിട്ടൊരു ചേഞ്ച് ഉണ്ട്, 8 കിലോൻ്റെ 10 കിലോൻ്റെ ഒക്കെ വ്യത്യാസം നമുക്കുണ്ടെങ്കിൽ ഇത് അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആളുകളും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അണ്ടർ വെയിറ്റ് ആണെങ്കിലും നിങ്ങൾ ആ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കണം. നോർമലി നിങ്ങളുടെ വണ്ണത്തിനനുസരിച്ച് നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വണ്ണം ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടും ഡയറ്റ് ഫോളോ ചെയ്തിട്ടും ആ വണ്ണം ആദ്യം കുറയ്ക്കുക. ഏകദേശം ഒരു 2-3 മാസം നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ദെൻ നിങ്ങൾ വെയിറ്റ് ഒന്ന് നോർമലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ PCOD കൺട്രോൾഡ് ആകും. നിങ്ങൾക്ക് നാച്ചുറലി ഓവുലേഷൻ ഉണ്ടാകും. എന്നിട്ട് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കേട്ടോ. അതല്ലാതെ നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ രണ്ടിലും നമുക്ക് റിസൾട്ട് കിട്ടാത്ത സിറ്റുവേഷൻ ഉണ്ടാകും. അങ്ങനെ വെയിറ്റ് കൺട്രോൾ ചെയ്യണമെന്ന ആളുകൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ഈ
ഒരു ജീര എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മുടെ ആ ഒരു ഫാറ്റ് ബേൺ ചെയ്യുന്നതിനും ബോഡിയുടെ മെറ്റബോളിസം സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ജീരകം നിങ്ങൾ എടുത്തിട്ട് നല്ലതുപോലെ കഴുകുക. ഇതൊരു 1/2 ടീസ്പൂണൊക്കെ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഒരുപാട് കൂടുതലായിട്ട് നിങ്ങൾ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നിങ്ങൾ എടുക്കേണ്ട. ഒരു 1/2 ടീസ്പൂൺ നിങ്ങൾ എടുക്കുക. അത് നല്ലതുപോലെ കഴുകുക. ചെറിയൊരു പാത്രത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ചിട്ടാണെങ്കിലും ജീരകം ഇട്ടിട്ട് പയ്യെ ഒന്ന് കഴുകിയതിന് ശേഷം നിങ്ങൾ നേരെ ഒരു ചൂടുള്ള വെള്ളത്തിലോട്ട് ഈ ജീരകം കൂടെ ഇട്ട് വെക്കുക. ഒരു 3-4 മണിക്കൂറെങ്കിലും ആ ഒരു വെള്ളം നിങ്ങൾ ആ ജീരകം കുതിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങളത് ഉപയോഗിക്കുക. ഏകദേശം രാവിലെ ഗ്രാമ്പൂ വെള്ളമൊക്കെ കുടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ രാവിലെ ആ ഗ്രാമ്പൂ വെള്ളം കുടിക്കുന്ന സമയത്ത് തന്നെ ജീരകം കുതിർത്താനായിട്ട് നിങ്ങൾ വെക്കുക. അതിനുശേഷം നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഏകദേശം ഒരു 11 മണിയൊക്കെ ആവുന്ന സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നിങ്ങളത് കുടിക്കുക. ഒരു ഗ്ലാസ് നിങ്ങൾ കുടിച്ചാൽ മതി കേട്ടോ. നമ്മൾ സാധാരണ ജീരക വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നവരുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ശരിക്കും 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ ഇതങ്ങോട്ട് ഇട്ട് തിളപ്പിക്കുമ്പോഴേക്കും ഇതിൻ്റെ ബെനിഫിറ്റ് നല്ലതുപോലെ കിട്ടും. ഇട്ട് തിളപ്പിച്ചില്ലെങ്കിലും തിളപ്പിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് തിളപ്പിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചൂടുവെള്ളത്തിൽ ഇതിട്ട് ഇങ്ങനെ കുതിർത്തി വെച്ചാൽ മതി കേട്ടോ. ഇനി എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഓവുലേഷൻ നടക്കുമ്പോൾ ഉപയോഗിക്കാവോ, ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ ഉപയോഗിക്കാവോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഒരു ദിവസം 1 ഗ്ലാസ് വെള്ളം നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.